ഡിയേഴ്സ്, ഇംഗ്ലീഷ് ഗ്രാമറിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷ് ഗ്രാമറിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ, ഒരുപക്ഷെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് കൂടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരാളോട് പറയാറില്ലേ, നിങ്ങളത് ചെയ്യുന്നതായിരിക്കും നല്ലത്, നിങ്ങൾ അവിടെ പോകുന്നതായിരിക്കും നല്ലത്, നിങ്ങളിത് പറയുന്നതായിരിക്കും നല്ലത്, ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഒരു വാർണിങ്ങോട് കൂടിയോ പ്രിക്കോഷനോട് കൂടിയോ ഒരു സജഷനോട് കൂടിയോ ഒക്കെ പറയേണ്ടി വരുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ആണ് ഹാഡ് ബെറ്റർ. അപ്പോൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹാഡ് ബെറ്റർ. ഇംഗ്ലീഷ് ഗ്രാമറിലെ ഹാഡ് ബെറ്റർ എങ്ങനെയാണത് യൂസ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നത്. പലപ്പോഴും പല ആളുകളും ഈ ഒരു ടോപ്പിക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു യൂസേജ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുമ്പോഴൊക്കെ പലപ്പോഴും നമ്മുടെ സ്പോക്കൺ സ്റ്റൈലൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോകാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു മാജിക് ഒന്നുമില്ല, മറിച്ച് പ്രാക്ടീസ് മാത്രമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ടോപ്പിക് എന്താണ്? ഹാഡ് ബെറ്റർ. എന്താണ് ഹാഡ് ബെറ്റർ? ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത് സ്ട്രോങ് അഡ്വൈസ്. എന്താണ് ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള അഡ്വൈസ് പറയുമ്പോൾ, വാർണിങ്സ് പറയുമ്പോൾ, ത്രെറ്റ്സ് പറയുമ്പോൾ, ഭീഷണിയോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പോ അതുമല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഉപദേശമോ പ്രകടിപ്പിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന യൂസേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിലെ ഹാഡ് ബെറ്റർ എവിടെ യൂസ് ചെയ്യാം? നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള അഡ്വൈസ് ഒരാൾക്ക് നൽകണം ലൈഫിൽ, നിങ്ങൾക്കൊരു വാർണിംഗ് നൽകണം, അതുമല്ലെങ്കിൽ സംടൈംസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ത്രെറ്റ്സ്. നമ്മൾ ത്രെറ്റുള്ള ഭീഷണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുഴക്കാറുണ്ടല്ലോ. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസേജാണ് ഹാഡ് ബെറ്റർ. എങ്ങനെയാണ് എൻ്റെ പ്രയോഗം, അതിൻ്റെ സ്ട്രക്ചർ എന്താണ് നോക്കാം. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. സബ്ജക്റ്റ് കഴിഞ്ഞ്, സബ്ജക്റ്റ് ഏതുമായിക്കൊള്ളട്ടെ, സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഒരു നൗണോ അതുമല്ലെങ്കിൽ ഒരു പ്രോനൗണോ നമുക്ക് ഉപയോഗിക്കാം. എന്തുപയോഗിക്കാം? ഒരു നൗണോ പ്രോനൗണോ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ബേസ് വേർബ് അല്ലെങ്കിൽ റൂട്ട് ഫോം. എന്ത് ഫോമാണ്? റൂട്ട് ഫോം എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ ഒന്നാമത്തെ രൂപം. ഇത് മാത്രമേ പറയാൻ പാടുള്ളൂ. എങ്ങനെയാ പറഞ്ഞത്? ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ പിന്നീട് ബേസ് ഫോമേ പറയാൻ പാടുള്ളൂ. അതായത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമേ പറയാൻ പാടുള്ളൂ. പലപ്പോഴും പറഞ്ഞു പോകുമ്പോൾ ചിലരൊക്കെ ടു ചേർത്ത് പറഞ്ഞു പോകും. നെവർ. അതെന്താണ്? ഉപയോഗിക്കാൻ പാടില്ല, ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ പിന്നീട് വേർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് നമ്മുടെ യൂസേജ് 1. ഓക്കെ. പ്രത്യേകിച്ച് ഇതൊരു പോസിറ്റീവായിട്ടുള്ള സെന്റൻസുകളാണ് ഇത്തരമൊരു പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. എവിടെയാണ്? പോസിറ്റീവായ സെന്റൻസുകളിൽ. സോ പോയിന്റ് നോക്കി. You had better consult a doctor if you are feeling sick. ശ്രദ്ധിച്ചു നോക്കിയേ. You had better consult a doctor. നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാണ് എൻ്റെ മീനിങ് മലയാളം, അല്ലേ? നിങ്ങൾ അവിടെ പോകുന്നതായിരിക്കും നല്ലത്, നിങ്ങളത് പറയുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോമാണ് had better. You had better consult a doctor. നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നീട് അതിന് ശേഷം ഒരു അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. എന്താണ്? ഇഫ് യു ആർ ഫീലിംഗ് സിക്ക്, നിങ്ങൾക്ക് അല്ലേ എന്താ അസുഖം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അസുഖകരമായ അവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, യു ഹാവ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ദിസ് ഈസ് സെൻസ്. അപ്പോൾ പോയിന്റ് ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സിക്ക് ആണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പനിയോ ജലദോഷമോ എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, സോ യു ഹാവ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. അപ്പോൾ ഈ അഡീഷണൽ ഇൻഫർമേഷൻ നൽകിയപ്പോൾ കുറേ കൂടി ഹാഡ് ബെറ്ററിന് ഒരു പോയിന്റ്, ഒരു ഇൻഫർമേഷൻ വന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് വന്നു, അല്ലേ? നെക്സ്റ്റ് പോയിന്റ്. എവിടെയാണ് അടുത്തതായിട്ട് നമ്മൾ ഹാഡ് ബെറ്ററിന്റെ പ്രയോഗം? അർജന്റ് നെസസിറ്റി. അർജന്റ് നെസസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ആവശ്യകതയും തന്നെയാണ്. അവിടെ ഒരു വാക്കുകൂടി ആഡ് ചെയ്തു, അർജന്റ്. എന്താണ് ഈ അർജന്റ് എന്ന് പറഞ്ഞാൽ? അത്യാവശ്യമായ,
വളരെ അത്യാവശ്യമായിട്ടുള്ള ചില ആവശ്യകതകൾ പറയുമ്പോൾ, വളരെയധികം എന്താ പറയുക ജെന്യൂൻ ആയിട്ടുള്ള ആവശ്യകതകൾ പറയുമ്പോൾ നമുക്ക് ഹാഡ് ബെറ്റർ തന്നെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. എക്സാമ്പിൾ, വി ഹാഡ് ബെറ്റർ ലീവ് നൗ. ലീവ് നൗ, നമ്മൾ ഇപ്പോൾ തന്നെ പുറപ്പെടണം. ഓർ വി വിൽ ബി സ്റ്റക്ക് ഇൻ ട്രാഫിക്. നമ്മൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ട്രാഫിക്കിൽ കുടുങ്ങിപ്പോകും. ട്രാഫിക്കിൽ അല്ലെ കുടുങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് പറയാൻ നോക്കി, ഏതോ ഒരു കാര്യം സംഭവിക്കും, അങ്ങനെ സംഭവിക്കും, അതിന് മുമ്പായിട്ട് ഇത് ചെയ്യുന്നതാണ് നല്ലത്. എന്ത് സംഭവിക്കും? we will be stuck in traffic. നമ്മൾ ട്രാഫിക്കിൽ കുടുങ്ങിപ്പോകും. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക? സോ we had to leave now. ഇപ്പൊ തന്നെ പുറപ്പെടുക, ഇപ്പൊ തന്നെ പുറപ്പെടുന്നതാണ് നല്ലത്. ഈ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്, പോയിന്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന ആ വേർഡ്, ആ ഫോം ഉപയോഗിക്കുന്ന ശ്രദ്ധിച്ച് നോക്കിയേ. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ ഹാഡ് കണ്ടതുകൊണ്ട് ഹാഡിന് ശേഷം പിന്നീട് ചിലരൊക്കെ V3 ഫോം പറഞ്ഞു പോകും. സാധാരണ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഹാവും ഹാസും ഹാഡും ഒക്കെ പറഞ്ഞാൽ പിന്നീട് V3 ഫോം ആണല്ലോ യൂസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ നോക്കരുത്. ഇവിടെ ഹാഡ് ഒന്നും അല്ല, ഹാഡ് ബെറ്റർ ആണ് യൂസേജ്. സോ നെക്സ്റ്റ് പോയിന്റ്, you had better finish your homework. നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിഫോർ മം ഗെറ്റ്സ് ഹോം. അമ്മ വീട്ടിൽ വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലേ? നമ്മൾ ചിലപ്പോൾ നമ്മുടെ അനുജനോടോ അനുജത്തിയോടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളോടൊക്കെ പറയും, യു ഹാഡ് ബെറ്റർ ഫിനിഷ് യുവർ ഹോംവർക്ക്. നിങ്ങൾ ഹോംവർക്ക് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടോ, ഇവിടേക്ക് അർജന്റ് നെസസിറ്റിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത്തരം പ്രയോഗങ്ങളിലാണ് നമ്മൾ ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന പോയിന്റ് യൂസ് ചെയ്യുന്നത്. എളുപ്പമല്ലേ? അപ്പോൾ ഇത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞ വലിയൊരു മേഖല വളരെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടുമ്പോൾ നിങ്ങളത് മാക്സിമം എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. സോ പ്രാക്ടീസ് മേക്ക് എ ഫുൾ മാൻ എന്നല്ലേ പറയുക. സോ നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റ്, ഈ ഹാഡ് ബെറ്റർ ഇതുവരെ പറഞ്ഞത് ഒരു പോസിറ്റീവായ മീനിങ് ആണ്, അല്ലേ? യു ഹാഡ് ബെറ്റർ ഗോ, യു ഹാഡ് ബെറ്റർ കൺസൾട്ട്, യു ഹാഡ് ബെറ്റർ സ്റ്റഡി, യു ഹാഡ് ബെറ്റർ പ്രിപ്പയർ എന്നൊക്കെയാണ് ഉപയോഗം. അപ്പോൾ പറഞ്ഞ പോയിന്റ് എന്താണ്? ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ പിന്നീട് V1 ഫോം മാത്രമേ പറയാവൂ. എന്നാൽ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്ന നെഗറ്റീവ് ഫോമുകളെ കുറിച്ച് പഠിക്കണം. നിങ്ങളത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞൂടെ? നിങ്ങളവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ ചിലപ്പോൾ അനുഭവ സമ്പത്തുള്ളവരാണല്ലോ. അവരൊക്കെ നമ്മോട് പറയും, നീ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, നീ അവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത്, നീ അത് പറയാതിരിക്കുന്നതാണ് നല്ലത്, അല്ലേ? നീ ഈ കോഴ്സ് തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്ന ഒരു നെഗറ്റീവ് ഫോം കൂടി നമ്മൾ ഹാഡ് ബെറ്ററുമായി ചേർത്ത് പറയേണ്ടി വരുമ്പോൾ അതിൻ്റെ പാറ്റേൺ ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഹാഡ് ബെറ്റർ പ്ലസ് നോട്ട് പ്ലസ് ബേസ് ഫോം. എങ്ങനെയാണ്? ഹാഡ് ബെറ്റർ കഴിഞ്ഞ് അത് നെഗറ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹാഡ് ബെറ്റർ കഴിഞ്ഞത് ഉപയോഗിക്കുക, നോട്ട് ഉപയോഗിക്കുക. അതിനുശേഷം ബേസ് ഫോം. എന്താണ് ബേസ് ഫോം? വേർബിന്റെ ഫസ്റ്റ് ഫോം. അതിന് നമുക്ക് റൂട്ട് ഫോം എന്ന് പറയാം, അല്ലേ? V1 ഫോം എന്ന് പറയാം. വേർബിന്റെ ഫസ്റ്റ് ഫോമായ പ്രസന്റ് ഫോം എന്ന് പറയാം. സോ ബേസ് ഫോം എന്ന് പറയാം. ഓക്കെ ആണല്ലോ? സോ പോയിന്റ്, you had better not tell anyone about this. ഇതിനെപ്പറ്റി നിങ്ങൾ ആരോടും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇത് വലിയ കുഴപ്പം പിടിച്ച പ്രശ്നമാണ്. സോ അതുകൊണ്ട് യു ഹാഡ് ബെറ്റർ നോട്ട് ടെൽ. കണ്ടോ, നോട്ട് ടെൽ. ഇനി നമ്മൾ പറയുമ്പോൾ അറിയാതെ ടു ഒക്കെ നമ്മൾ വന്നു പോകുമ്പോഴേ ചിലപ്പോൾ നമ്മുടെ ഈ സ്പോക്കൺ സ്റ്റൈലൊക്കെ അറിയാതെ ടു ചേർത്തൊക്കെ ചിലർ പറയും. പക്ഷെ ഇംഗ്ലീഷ് ഗ്രാമറിലെ റൂൾസ് അനുസരിച്ചു അതിൻ്റെ ഒരു ഫോം അനുസരിച്ച് ഹാഡ് ബെറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അത് നെഗറ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹാഡ് ബെറ്ററിന് ശേഷം നോട്ട് പ്ലസ് V1 ഫോം ഓർ ബേസ് ഫോം ഓർ റൂട്ട് ഫോം. ഇവിടുത്തെ മീനിങ് ക്ലിയർ ആയില്ലേ? അടുത്തൊരു പോയിന്റ് നോക്കിയേ. ഷി ഹാഡ് ബെറ്റർ നോട്ട് ഫോർഗെറ്റ് ടു കോൾ മീ. ഷി ഹാഡ് ബെറ്റർ നോട്ട് ഫോർഗെറ്റ്. അവൾ മറക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തിനാ? ടു കോൾ മീ, എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് അവളത് മറക്കാതിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അവൾ മറക്കാതെ തന്നെ എന്നെ വിളിക്കണം, അല്ലേ? അപ്പം മറക്കാതിരിക്കുന്നതാണ് നല്ലത്, മറക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നുവെച്ചാൽ ഓർമ്മിക്കണം എന്നാണ് പോയിന്റ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബെറ്റർ, എന്താണ് ഹാഡ് ബെറ്റർ പ്ലസ് V1 ഫോം ഉണ്ട്, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബെറ്റർ അല്ലേ, ഹാഡ് ബെറ്റർ പ്ലസ് നോട്ട് പ്ലസ് V1 ഫോം. ഇങ്ങനെയാണ് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്. ഇത് രണ്ടുമാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് യൂസേജ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ. ഇത് നമ്മുടെ സ്പോക്കൺ സ്റ്റൈൽ, കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിലൊക്കെ തന്നെ ഇത്തരം പ്രയോഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഇംഗ്ലീഷ് ഗ്രാമർ കുറച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ തന്നെ കുറച്ച് വാക്കുകൾ മതി. മലയാളം തന്നെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന വലിയ കടുകട്ടി വാക്കുകളോ അല്ലെങ്കിൽ ഒന്നും അല്ലല്ലോ, സ്ഥിരം പറയുന്ന വാചകങ്ങളൊക്കെ തന്നെയല്ലേ. ഒരു ദിവസം നിങ്ങളിവിടെ പോകുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ ആഹാരം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു, നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയല്ലേ നമ്മൾ മലയാളത്തിലും പറയുക. അത് തന്നെയല്ലേ നമ്മൾ ഇംഗ്ലീഷിലേക്കും ചെയ്യേണ്ടി വരിക. സോ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. സോ ഹി ഹാഡ് ബെറ്റർ ഹോം ഏർലി. അദ്ദേഹം അല്ലെങ്കിൽ അവൻ, ആ കുട്ടി, അയാൾ നേരത്തെ തന്നെ വീട്ടിൽ പോകുന്നതാണ് നല്ലത്. ഇത് ഹാഡ് ബെറ്റർ ആണ്. ഇവിടെ എങ്ങും നോട്ടൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനിലേക്ക് പോകാം. ടു ഗോ, ഗോസ്, ഗോ, ഗോൺ. 4 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ചോദ്യം കണ്ടു. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ പിന്നീട് V1 ഫോം തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടു ഗോ ഇവിടെ ആപ്റ്റ് അല്ല. ഞാൻ പറഞ്ഞു ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ ബേസ് ഫോം. ബേസ് ഫോം ആയ ആര് മാത്രമേ ഉള്ളൂ? ഗോ മാത്രമേ ഉള്ളൂ ബേസ് ഫോം. കണ്ടില്ല? അപ്പോൾ ആൻസർ എന്താണ്? ഹി ഹാഡ് ബെറ്റർ ഗോ ഹോം ഏർലി. അദ്ദേഹം നേരത്തെ തന്നെ വീട്ടിൽ പോകുന്നതാണ് നല്ലത്. അതുപോലെ ഈ ഗോ കഴിഞ്ഞ് വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ടു എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ ചേർക്കേണ്ട ആവശ്യം ഇല്ല. ഗോ ടു ഹോം തെറ്റ്, ഗോ ഹോം റൈറ്റ് ആൻസർ. Got it? So next point, she had better dash this online platform. അവൾ ഈ നമ്മുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോം എന്ത് ചെയ്യണം നോക്കാം. യൂസ്ഡ് ടു യൂസിങ്. അതായത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതാണ് അഭികാമ്യം. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള അഡ്വൈസ്, ത്രെറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നെസസിറ്റി, അർജൻസ്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രിക്കോഷൻ വേർഡായിട്ട് എന്ത് ചെയ്യാം? ഹാഡ് ബെറ്റർ യൂസ് ചെയ്യാം. സോ ഇവിടെയും നമുക്കറിയാം ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ V1 ഫോമാണ്. V1 ഫോമായ ആര് മാത്രമേ ഉള്ളൂ ഇവിടെ? യൂസ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? തെറ്റാണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇതാണ് പോയിന്റ്. ഞാനൊരു വാചകം എഴുതാം. ദേ ഹാഡ് ബെറ്റർ ഡാഷ് ചെസ് അല്ലേ? അവിടെ നമുക്ക് പ്ലേ പറയാം, പ്ലേഡ് പറയാം, അതുപോലെ ടു പ്ലേ പറയാം, ടു പ്ലേ അല്ലേ, ടു പ്ലേ പറയാം, അതുപോലെ പ്ലേയിങ് എന്ന വേർബ് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ദേ ഹാഡ് ബെറ്റർ, അവർ എന്ത് ചെയ്യുന്നതാണ് നല്ലത്? ചെസ്സ് കളിക്കുന്നതാണ് നല്ലത്. ബുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചെസ്സ് കളിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആയ ആരേ ഉള്ളൂ? പ്ലേ ആണ് നമ്മുടെ വെർബ്. ഏതാണ്? പ്ലേ. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് പോയിന്റ്, സോ ലിസൺ കെയർഫുള്ളി. ഇംഗ്ലീഷ് ഗ്രാമറിൽ പലപ്പോഴും വളരെ സംശയകരമായി തോന്നുന്ന 2 വേർഡുകളാണ് ഹാഡ് ബെറ്ററും ഷുഡും അല്ലേ? രണ്ടിനും ഒരേപോലുള്ള മീനിങ് ആണെന്നൊക്കെ പലരും പറയാറുണ്ട്. ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള അഡ്വൈസ് പറയുമ്പോൾ, അല്ലെങ്കിൽ നെസസിറ്റി പറയുമ്പോൾ, അർജൻസി പറയുമ്പോൾ, ചിലപ്പോൾ ത്രെറ്റ് പറയുമ്പോഴൊക്കെയാണ് നമ്മൾ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുക. പിന്നെയും പറഞ്ഞു, ഒരു പ്രിക്കോഷനായിട്ട്, വാർണിംഗ് ആയിട്ടും ഹാഡ് ബെറ്റർ ഉപയോഗിക്കാം. പക്ഷെ ഷുഡ് അങ്ങനല്ല. ഷുഡും ഹാഡ് ബെറ്ററും പറയുമ്പോൾ ഷുഡ് കുറച്ചുകൂടി ഒരു മൈൽഡ് സ്വഭാവമാണ് ആർക്കുള്ളത്? നിങ്ങൾ തീർച്ചയായിട്ടും പോകണം, അവിടെ ഷുഡ് ഉപയോഗിക്കാം. നിങ്ങൾ പോകുന്നതാണ് നല്ലത് എന്ന് വെച്ചാൽ ആ കാര്യം ചെയ്യുന്നതാണ് നല്ലത്, അതിനത്രയും ഒരു പ്രാധാന്യമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഏത് ഉപയോഗിക്കും? ഹാഡ് ബെറ്റർ. സോ പോയിന്റ് നോക്കി, ഹാഡ് ബെറ്റർ ഈസ് സ്ട്രോങ്ങർ ആൻഡ് ഓഫൺ ഇംപ്ലൈസ് ഇൻ കോൺസിക്വൻസസ്. ചില കാര്യങ്ങളിൽ കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോയിന്റ് ആണ് എന്ത്? ഹാഡ് ബെറ്റർ. എന്നാൽ ഷുഡ് ഈസ് സോഫ്റ്റർ ആൻഡ് ലെസ് അർജൻറ്റ്. അത് ഹാഡ് ബെറ്ററിനെ പോലെ കുറച്ചുകൂടി തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഹാഡ് ബെറ്ററിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റർ ആണ് ആര്? ഷുഡ്. വ്യത്യാസം ഞാൻ പറയട്ടെ. യു ഹാഡ് ബെറ്റർ ഗോ, നിങ്ങൾ പോകുന്നതാണ് നല്ലത്. യു ഷുഡ് ഗോ, നിങ്ങൾ പോകണം. പക്ഷേ
നിങ്ങൾ പോകണമെന്നതും നിങ്ങൾ പോകുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ ആ പോയേ പറ്റൂ, അവിടെ ചെല്ലണം, അങ്ങനെ ഒരു കുറച്ചുകൂടി അർജൻസി കാണിക്കുന്നില്ലേ? അപ്പോൾ ഹാഡ് ബെറ്റർ ഷുഡ് യൂസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. കുറച്ചുകൂടി പ്രിഫറൻസ് മൂഡ് ഏതിനാണ്? ഹാഡ് ബെറ്ററിനാണ്. സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. നോക്കൂ, പോയിന്റിലേക്ക് വരാം. ഹാഡ് ബെറ്റർ ഷുഡും പ്ലേസ് ചെയ്ത കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യു ഡാഷ് wear a jacket or you will catch a cold. നോക്കടോ, യു ഡാഷ് wear a jacket. നിങ്ങൾ ജാക്കറ്റ് ധരിക്കണം. യെസ്. അടുത്ത വാചകം നിങ്ങൾ നോക്കിയേ, യു വിൽ ക്യാച്ച് കോൾഡ്. നിങ്ങൾക്ക് തണുപ്പ് അല്ലെങ്കിൽ കോൾഡ്, ജലദോഷം, പനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഫക്റ്റ് ചെയ്യാം. അങ്ങനെ അഫക്റ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ, സോ യു ഡാഷ് wear ജാക്കറ്റ്. നിങ്ങൾ ജാക്കറ്റ് ധരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ സംഭവിക്കും എന്നതാണ് പോയിന്റ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ, കോൾഡ് പിടിപെടാതിരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ജാക്കറ്റ് ധരിക്കണമെന്നാണോ? നിങ്ങൾ ജാക്കറ്റ് ധരിക്കുന്നതാണ് നല്ലത് എന്നതാണോ പോയിന്റ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയ ചോദ്യം കണ്ടിട്ട് കുറച്ചുകൂടി അഭികാമ്യം ഏതാണ്? സോ അതിൻ്റെ പോയിന്റ് നോക്കിയേ, ഇതൊരു സ്ട്രോങ് അഡ്വൈസ് ആൻഡ് വാർണിംഗ് അല്ലേ? നമ്മൾ പ്രത്യേകം ഈ രണ്ടാമത്തെ വാചകം കൂടി പറഞ്ഞത് കൊണ്ടാണ് ഇതൊരു സ്ട്രോങ് അഡ്വൈസ് ആയത്. നിങ്ങൾ പോകുമ്പോൾ ജാക്കറ്റ് ധരിക്കണം. യെസ്, എന്താണോ ശരി? നിങ്ങൾ ജാക്കറ്റ് ധരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കണ്ടോ, ഈ വാചകം കൂടി വന്നതുകൊണ്ട് ഇവിടെ അഭികാമ്യം തന്നെയാണ്. സോ ഹാഡ് ബെറ്റർ ആണ് ഇവിടുത്തെ പോയിന്റ്. എന്താണ്? ഹാഡ് ബെറ്റർ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ വന്ന പോയിന്റും ആൻഡ് എക്സ്പ്ലനേഷനും ഇവിടെ കിട്ടിയില്ലേ? സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, യു ഡാഷ് wear a jacket. സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിന് ശേഷം പിന്നീട് എന്തില്ല? നമ്മൾ റിമൈനിങ് പോർഷനായ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല. പോയിന്റ് നോക്കിയേ, യു ഡാഷ് wear a jacket. നിങ്ങൾ ജാക്കറ്റ് ധരിക്കണം. ഇത്രയേ ഉള്ളൂ പോയിന്റ്. പിന്നീട് എന്ത് സംഭവിക്കുമെന്നോ എന്താണ് പോയിന്റ് ഒന്നും പറയുന്നത്. നിങ്ങൾ ജാക്കറ്റ് ധരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഹാഡ് ബെറ്ററിനേക്കാളും നല്ലത് എന്ത് തന്നെയാണ്? ഷുഡാണ്. ബിക്കോസ് അതൊരു സജഷനാണ്. നോ സീരിയസ് കോൺസിക്വൻസ്. അതല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നീടുള്ള ഏതെങ്കിലും പരിണത ഫലത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്താണ്? ഷുഡാണ് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. ഗോട്ട് ദ പോയിന്റ്. അപ്പോൾ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രോങ് അഡ്വൈസ് വാർണിംഗ് ആണ്. അപ്പോൾ അവിടെ പിന്നീട് ഇൻഫർമേഷൻ തന്നിരിക്കും, അതുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഓൾറെഡി ഇങ്ങനെയുള്ളൂ എന്ന് വിചാരിച്ചു നമ്മൾ അല്ലാതെയൊക്കെ പറയും യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ, യു ഹാഡ് ബെറ്റർ സ്റ്റഡി. നമ്മൾ പറയാം നിങ്ങൾ പഠിക്കുന്നതാണ് നല്ലത്, നിങ്ങൾ ഈ സമയം ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ യൂസ് ചെയ്യുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു വേർഡാണ് ഇത് ഹാഡ് ബെറ്റർ. ഗോട്ട് ഇറ്റ്? ഡിയേഴ്സ്, ഈ ക്ലാസിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ.